തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വോട്ടർ പട്ടികയുമായ ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്വം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയി ചോദിക്കാമെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. അതുമല്ലെങ്കിൽ ഈ കേസ് സുപ്രീം കോടതിയിലെത്തുമ്പോൾ അവിടെ ചോദിക്കാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പിന്നീട് എല്ലാവരെയും പരിഹസിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ചില വാനരന്മാർ ഇവിടെ നിന്ന് ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. അക്കരെയും ഇക്കരെയുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവർ കോടതിയിൽ പോകട്ടെ, കോടതിയും അവർക്ക് മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു. ശക്തൻ തമ്പുരാൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് പ്രവർത്തനം നടത്തണമെന്നും ശക്തൻ തമ്പുരാൻ ശക്തനായ ഭരണാധികാരിയായിരുന്നുവെന്നും ആ ശക്തനെ തിരിച്ച് പിടിക്കുമെന്നും കൂടി സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിലെ ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആദ്യമായാണ് വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. നേരത്തെയും മാധ്യമങ്ങൾ നിരവധി തവണ ഇതേ ചോദ്യം ചോദിച്ചിട്ടും അദ്ദേഹം മൗനമായിരുന്നു. ഇന്ന് ആദ്യമായാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്.